അപ്പോൾ 2 സംസ്ഥാനങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും നമ്മൾ ഉദ്യോഗത്തോടെ നോക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അതവിടെ നിൽക്കട്ടെ, അത് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അസമിലേക്ക് വരാം. നിലവിൽ അസം BJPയുടെ കയ്യിലാണ്. ഇപ്പോൾ അസമിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഹരി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഒട്ടുമിക്ക എല്ലാ സർവേകളിലും ആസാമിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകും, BJP അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആസാമിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ BJP എന്തായാലും ഇക്കുറി വീണ്ടും അതൊരു കാവിക്കടലാക്കി മാറ്റും എന്ന തരത്തിൽ തന്നെയാണ് സർവേകൾ പ്രധാനമായും പറയുന്നത്. അതിൽ ആക്സിസ് ഇന്ത്യയുടെ ഒരു പ്രവചനം പുറത്തു വരുന്നത് BJP NDA അവിടെ 88 മുതൽ 100 സീറ്റ് വരെ നേടുമെന്നാണ്. ആസാം സ്വൻമിൽറ്റോ മോർച്ച 24 മുതൽ 36 വരെ, അവരോടൊപ്പമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 24 മുതൽ 36 വരെ സീറ്റാണ് അവർക്ക് പ്രവചിച്ചിട്ടുള്ളത്. ഇനി ടൈംസ് നൗ JVCയിലേക്ക് പോയാൽ അവരും അത്തരത്തിൽ തന്നെയാണ്. 88, 101 സീറ്റ് എന്ന തരത്തിൽ തന്നെയാണ് അവിടെ NDAക്ക് പ്രവചിച്ചിട്ടുള്ളത്. ഇനി ആസാം സ്വൻമിൽറ്റോ മോർച്ച 23 മുതൽ 33 വരെ സീറ്റാണ്. അതേഴ്സിന് 5 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. ഇനി മാട്രിക്സിലേക്ക് വന്നാൽ അവരും 88 മുതൽ 98 വരെ സീറ്റാണ് ആസാമിൽ പ്രവചിച്ചിട്ടുള്ളത്. ആസാം സ്വൻമിൽറ്റോ മോർച്ചയ്ക്ക് 22 മുതൽ 36 വരെ സീറ്റാണ് ആസാമിൽ പ്രവചിച്ചിട്ടുള്ളത്. മൊത്തം 126 മണ്ഡലങ്ങളാണ് ആസാമിലുള്ളത്. അതേഴ്സ് അവിടെ 3 മുതൽ 5 സീറ്റ് വരെയാണ് മാട്രിക്സ് പ്രവചിച്ചിട്ടുള്ളത്. ചാണക്യ സ്ട്രാറ്റജീസ് അവിടെ പ്രവചിച്ചിട്ടുള്ളത് 85 മുതൽ 95 വരെ സീറ്റാണ് NDAക്ക്. ഇനി ആസാം സ്വൻമിൽറ്റോ മോർച്ചയ്ക്ക് 25 മുതൽ 32 വരെ സീറ്റാണ്. അതേഴ്സിന് 6 മുതൽ 12 വരെ സീറ്റാണ് അതേഴ്സ് മറ്റു കക്ഷികൾക്കായിട്ട് കിട്ടുന്നത്. ഇനി NDAക്ക് പോൾ ഡയറി പ്രവചിച്ചിട്ടുള്ളത് 86 മുതൽ 101 സീറ്റ് വരെയാണ്. ASM 15 മുതൽ 26 വരെ, മറ്റു കക്ഷികൾ 3 മുതൽ 7 വരെ എന്ന നിലയിലാണ്. 126 സീറ്റുകൾ മുഴുവനുള്ള ആസാമിൽ ഇക്കുറി 2/3 ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ ഏറുമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. ഏറെക്കുറെ പ്രതീക്ഷിച്ച ഒരു സർവേ തന്നെയായിരുന്നു. അവിടെ വളരെ നിർണായകമായ പെർഫോമൻസ് ആയിരുന്നു BJP കഴിഞ്ഞ 5 വർഷവും NDA അവിടെ കഴിഞ്ഞ 5 വർഷവും കാഴ്ചവെച്ചത്. ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ഇളക്കി മറിക്കുകയായിരുന്നു. ഒപ്പം അവിടുത്തെ ഒരുപക്ഷെ ഭാരതത്തിന് എതിരായി ഉണ്ടായിരുന്ന ചില വികാരങ്ങളുണ്ട് ചില പോക്കറ്റുകളിലെങ്കിലും, അതുൾപ്പെടെ അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞ 5 വർഷത്തിലേക്ക്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ. കാര്യം മനോജി, ഈ ഇപ്പോൾ ഹരി പറഞ്ഞ പോയിന്റുകൾ വളരെയധികം ഭാരതത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ചില തൽപര കക്ഷികൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അവരെയൊക്കെ അമർച്ച ചെയ്തുകൊണ്ടാണ് BJP അവിടെ ശക്തമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ചും ഹിമന്ത ബിശ്വ ശർമ്മ. ഇപ്പോൾ വീണ്ടും ഇത് നമുക്ക് നേരത്തെ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാര്യം അവിടെ BJP തൂത്തുവാലും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും, നാഷണൽ മാധ്യമങ്ങളടക്കം തെരഞ്ഞെടുപ്പ് വരുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രവചിച്ച കാര്യങ്ങളാണ്. അറിയാത്ത രാഹുൽ ഗാന്ധി മാത്രമാണ്. അതെ, രാഹുൽ ഗാന്ധി അപ്പോഴും മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വോട്ട് ചൂരി എന്തെങ്കിലും പറയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നത് ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതായിരുന്നു അവരുടെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ആരെയും അറിയിക്കാതെ വളരെ തന്ത്രപരമായി തന്നെ നിയമങ്ങളെല്ലാം പാലിച്ച് നിയമത്തിലെ പഴുത് കണ്ടുപിടിച്ച് എടുത്തു കളഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദേശീയത എന്നുള്ള വികാരം ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് ഹിമന്ത ബിശ്വ ശർമ്മയെ BJPയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു BJPയുടെ സമീപകാലത്തെ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം. കാരണം ആസാം പോലുള്ള ഹരി പറഞ്ഞതുപോലെ ഈ ചില പോക്കറ്റുകളിലെങ്കിലും നിൽക്കുന്ന രാജ്യവിരുദ്ധത ഉൾപ്പെടെ അത് വെറും ശക്തി ഉപയോഗിച്ച് മാത്രമല്ല അതിനെ അടിച്ചമർത്തിയത്. അവരെ ആസാമിൻ്റെ ദേശീയതയോടും ആസാമിൻ്റെ തനത് മണ്ണിൻ്റെ മക്കൾ എന്നുള്ള ഒരു വാദത്തിന് ഉയർത്തി ആസാമിൻ്റെ തനിമയോടും കൂടി ചേർത്ത് പിടിച്ച് ആസാമിൻ്റെ തനിമ ഭാരതത്തിൻ്റെ തനിമയാണെന്ന് അവരിൽ ആ വിശ്വാസം ഉണർത്തി. കാരണം ലജിത് ബോർപോക്കനെ പോലുള്ള ധീരനായകന്മാരെ ഭാരതത്തിന് നൽകിയൊരു ഭൂമിയാണ് ആസാം. ആ ചരിത്രം ഓർമ്മിപ്പിച്ച് ഭാരതത്തിൻ്റെ മണ്ണിൻ്റെ മണം ആസാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഹിമന്ത ബിശ്വ ശർമ്മ വഹിച്ച പങ്ക്
ചെറുതല്ല. അല്ല മനോജ്, ഈ നോർത്ത് ഈസ്റ്റേൺ എന്നൊക്കെ പറയുന്നത് BJP-ക്ക് ഒരിക്കലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് ആരും വിചാരിച്ചതല്ല ഒരു കാലത്ത്, അല്ലേ? തീർച്ചയായിട്ടും BJP-ക്ക് മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് എന്നുള്ള 7 സിസ്റ്റേഴ്സ് ഭാരതത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു വിശ്വാസം തന്നെ ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലായിരുന്നു. ആരാണ് ഉണ്ടാക്കിയെടുത്തത്? കോൺഗ്രസ് അപരവൽക്കരണം നടത്തിയത് നിങ്ങൾ ഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവരെ ചിങ്കികളെന്നും ചൈനക്കാരെന്നും ഒക്കെ പരിഹസിച്ച് വിളിച്ച് ചൈനയുടെ പക്ഷത്തേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനുദിനം കൂടുതൽ. അവരെ ഭാരതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ BJP നോർത്ത് ഈസ്റ്റ് മുഴുവൻ ഉപയോഗിച്ചൊരു പ്രധാന വജ്രായുധം തന്നെയാണ് ഹിമന്ത. റോഡുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ല, ചൈനയെ പേടിച്ച ആ ഭാഗങ്ങളൊന്നും റോഡുകൾ ഉണ്ടാക്കി. ഇന്ന് എമർജൻസി ലാൻഡിംഗ് അസമിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലോകം ഉറ്റുനോക്കുകയാണ്. അതെ, കാരണം ആന്റണി, നമ്മുടെ പ്രതിരോധ മന്ത്രിയായ ശ്രീ AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റോഡ് നിർമ്മിച്ചാൽ അത് ചൈന ഒരു അഗ്രഷനായിട്ട് കണക്കാക്കി ചിലപ്പോൾ നമ്മെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോക്സഭയിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് അതിന് എനിക്ക് പറയാനുള്ളത് എമ്പുരാൻ സിനിമയിലെ ഡയലോഗാണ്, ആന്റണിയുടെ തന്തയല്ല ഇപ്പൊ ഇരിക്കുന്ന രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും മോദിയുടെയും തന്തമാരെല്ലാം വ്യത്യസ്തരാണ്. അവര് ഈ പറയുന്നത് പോലെ നട്ടലുള്ളവരാണ്. അത്തരത്തിലുള്ള ഭരണാധികാരികൾ വന്നതിന്റെ മാറ്റം. പിന്നെ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിന് 2 ഉരുക്കിന്റെ നട്ടലുണ്ടെന്നാണ് ഇപ്പോൾ തെളിവായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആസാമിലെ ഫലങ്ങൾ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നതല്ല. ഒരു 120 സീറ്റുകളും 120 അല്ലേ സീറ്റുകളുടെ കണക്ക് ഹരി, 120 സീറ്റുകളും ജനം നൽകിയില്ലല്ലോ എന്നുള്ളൊരു അത്ഭുതം മാത്രമേ എനിക്കുള്ളൂ. 126 നൽകിയില്ലല്ലോ എന്നുള്ളത്. അവിടെ പക്ഷെ ചില പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ അപ്പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആസാമിലെ ഫലങ്ങളിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹിമന്ത ബിശ്വ ശർമ്മയാണ് സ്റ്റാർ. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഒരു ഫലം എന്ന് പറയുന്നത് ബംഗാൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മനോജി, ഹരി, കഴിഞ്ഞ ഒരു 7-8 മാസം മുമ്പ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമം മറ്റൊരു സർവേ നടത്തിയിരുന്നു. അവരൊരു നാഷണൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ടറെ യാദൃശ്ചികമായി കാണാൻ ഇടയായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറച്ചു കാലമായിട്ട് ബംഗാളിലായിരുന്നു, അവിടുത്തെ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു, ഇലക്ഷൻ വരികയാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇക്കുറത്തെ ട്രെൻഡ്? ഇക്കുറി നിങ്ങൾ എഴുതി വെച്ചോ, വലിയ ചേഞ്ചാണ് ബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നത്. കാര്യം ഞങ്ങൾ ഓരോ സ്ലംസിലും അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ചാണ് ഈ സർവേ എടുത്തത്. അപ്പോൾ ജനങ്ങൾ വലിയൊരു മാറ്റം അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം കാലാകാലങ്ങളിലായി ദീദിയുടെ അടിമകളാണിവർ. അവർ പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ജനങ്ങൾ ശ്വാസം മുട്ടിയാണ് അവിടെ ജീവിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ഇക്കുറി തീരുമാനിക്കുന്നു. അതിന് അവർക്കുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം എന്ന് പറയുന്നത് ഈ പോള് തന്നെയാണ്. ആ പോളിൽ അത് കൃത്യമായി അവർ പ്രകടമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ എക്സിറ്റ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ബംഗാളിൽ BJP അട്ടിമറി വിജയം നടത്തുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഹരി? ഒരു സർവേ ഒഴിച്ച്, എനിക്ക് തോന്നുന്നു പീപ്പിൾസ് പൾസ് ഒഴിച്ച് ബാക്കി എല്ലാ സർവേകളും പറയുന്നത് BJP NDA അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. എല്ലാ പ്രവചനങ്ങളും പ്രവചിക്കും. പ്രത്യേകിച്ചും ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് 150 മുതൽ 160 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് BJP അവിടെ വങ്കദേശത്ത് ബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂമികയായിരുന്നു. എത്രയോ അധികം മഹാരഥന്മാർ അവിടെ നിന്ന് ബംഗാളിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ ദേവനും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഭാരതത്തിന്റെ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് പറഞ്ഞ ബംഗാൾ. പക്ഷേ കാലങ്ങളേറെയായി മമതയുടെയും അതിനു മുന്നേയുള്ള ഇടതുപക്ഷത്തിന്റെയും നേതൃത്വത്തിൽ ബംഗാളിനെ ദരിദ്രവത്കരിക്കുകയായിരുന്നു. ഒരു കാലത്ത് ബംഗാൾ കീഴടക്കിയാൽ ഭാരതത്തിന്റെ സമ്പത്തിന്റെ ഒരു 1/4 കൈവന്നു എന്നാണ്. ഗാർഡൻ ഓഫ് ബംഗാൾ എന്നാണ് ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിന്റെ കാലത്ത്, ബ്രിട്ടീഷ് ഭരണം ആദ്യമായി വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ തന്നെ വിളിച്ചിരുന്നത്. അത്തരത്തിൽ സമ്പൽ സമൃദ്ധമായിരുന്നു ബംഗാൾ. പക്ഷെ ആ ബംഗാളിനെ ദരിദ്രവത്കരിച്ച് അവിടുത്തെ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും ഇല്ലാത്ത തരത്തിൽ ബംഗാളിനെ മാറ്റിമറിച്ച 2 കക്ഷികളെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് അവിടെ NDA അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ചാണക്യ സ്ട്രാറ്റജി പറയുന്നത് 150 മുതൽ 160 സീറ്റ് വരെ NDA അവിടെ നേടുമെന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് അവിടെ 130 മുതൽ 140 സീറ്റുകൾ വരെ നേടുമെന്നാണ്. ചാണക്യ സ്ട്രാറ്റജീസ് കോൺഗ്രസിന് സീറ്റുകളില്ല. കോൺഗ്രസ് 0-ൽ, LDF 0-ൽ, ലെഫ്റ്റ് അവിടെ 0-ൽ എന്നുള്ളതാണ്.
മറ്റ് കക്ഷികൾക്ക് 6 മുതൽ 10 സീറ്റുകൾ വരെ നേടും എന്നതാണ്. ഇനി അടുത്ത മാട്രിക്സിന്റെ ഭരണ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിലേക്ക് പോയാൽ, എക്സിറ്റ് പോൾ പ്രവചനത്തിലേക്ക് പോയാൽ BJP 146 മുതൽ 161 സീറ്റ് വരെ വൻ വിജയത്തിലേക്ക് BJP അവിടെ പോകും എന്നതാണ്. ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ 125 മുതൽ 140 വരെ സീറ്റുകൾ ആണ് തൃണമൂൽ കോൺഗ്രസിന് അവിടെ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് അവിടെ സീറ്റുകളൊന്നും മാട്രിക്സ് പ്രവചിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് പാർട്ടീസിന് സീറ്റുകളൊന്നും തന്നെ പ്രവചിക്കുന്നില്ല. മറ്റു കക്ഷികൾ 6 മുതൽ 10 സീറ്റ് വരെ. ഇനി ടൈംസ് നൗവിലേക്ക് വന്നാൽ ടൈംസ് നൗവും 138 മുതൽ 159 വരെ സീറ്റ് അവിടെ നേടുമെന്നതാണ് ടൈംസ് നൗവിന്റെ പ്രവചനം. ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ 131 മുതൽ 152 സീറ്റ് വരെയാണ് അവർക്ക് നേടാൻ സാധ്യത. പോൾ ഡയറിയിലേക്ക് വന്നാൽ 142 മുതൽ 171 സീറ്റ് വരെ BJPക്ക് ഒരു വലിയ വിജയം തന്നെയാണ് പോൾ ഡയറി പ്രവചിച്ചിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നാൽ 125 മുതൽ 140 വരെയാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ സർവേകളും പീപ്പിൾസ് പൾസ് ഒഴിച്ച് ബാക്കി എല്ലാ സർവേകളും NDA BJP അവിടെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രവചിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു വലിയ വിജയം NDAക്ക് നേടും. 160-170 സീറ്റൊക്കെ പ്രവചിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. അതായത് തൃണമൂലിനെ ഈ DMKയുടെ കാര്യം പറഞ്ഞതുപോലെ DMKയേക്കാൾ ഉപരി തൃണമൂലിനെ അവിടെ വെറുത്തു കഴിഞ്ഞു. 24 പരഗണയിലൊക്കെ അവർ നടത്തിയ സംഭവങ്ങൾ ഒരു കാരണവശാലും ഒരു ഭാരതീയനും മറക്കുവാൻ സാധിക്കില്ല. അവിടെ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മാഫിയ നേതാവിന് പീഡനങ്ങൾ നടത്തിക്കൊണ്ട്, ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട്, വലിയ രീതിയിൽ ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ നിന്ന ഷെയ്ഖ് ഷാജഹാനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പോലും മമതാ ബാനർജി, പിന്നെ അതോടൊപ്പം തന്നെ അഴിമതി, ശാരദാ കേസ് മുതൽ ഇങ്ങോട്ട് എല്ലാ അഴിമതിയും ഇപ്പോൾ അവരുടെ എല്ലാ തലത്തിലേക്ക് നോക്കിയാലും അഴിമതിയും കള്ളപ്പണവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു വശത്ത്. മറ്റൊരു വശത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണയ്ക്കുന്നു. ഭീകരവാദത്തിന് ഉൾപ്പെടെ ഇപ്പോൾ ഈ അടുത്ത സമയത്തുള്ള തിരഞ്ഞെടുപ്പ് റാലിക്കിടെ തന്നെ മമതാ ബാനർജി പറയുന്നത് അള്ളാഹയുടെ നാമത്തിലാണ് പറയുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസിനെതിരായ ഒരു ജനവികാരം ഉണ്ടായാൽ മാപ്പ് തരില്ല എന്നുള്ളതാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അതിന് പകരമായിട്ട് ഇത്തവണ ഒരു കളിയും തൃണമൂൽ കോൺഗ്രസ് നടക്കാൻ പറ്റാത്ത രീതിയിൽ IPS സിംഗത്തിനെയാണ് ഇറക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾ വീർപ്പ് മുട്ടിയിരിക്കണം. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഭരണം അവസാനിച്ചാൽ മതി എന്ന് കാത്തിരിക്കുകയായിരുന്നു. അതിന് കിട്ടിയ സുവർണ അവസരമാണ് അവർ ഇപ്പോൾ ഇത്തരത്തിലൊരു ഭരണമാറ്റത്തിലേക്ക് ചിന്തിച്ചു എന്ന് വേണം കരുതാൻ. ഇതോടുകൂടി തൃണമൂലിന്റെ മൂല്യം അവിടെ കുറയുകയാണ്. മനോജ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇതിന്റെ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുകയും ഹൂഗ്ലി നദിയിൽ സഞ്ചരിക്കുകയും ആ ബോട്ടിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ അദ്ദേഹത്തിന്റെ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഏറെ വൈറലായി മാറിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അന്ന് തന്നെ ഒരു ആൾ ഈ സമൂഹ മാധ്യമത്തിൽ കമന്റ് ചെയ്തിരുന്നു, ഇദ്ദേഹം വെറുതെ ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതരുത്. കാര്യം സംസ്ഥാനത്തിൽ ഈ ഹൂഗ്ലി നദിയിൽ അടുത്ത 5 വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് വരാൻ പോകുന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി പുള്ളി എടുത്തോണ്ട് പോവുകയാണ് ഇത് ഡൽഹിക്ക്. പണ്ടൊരു ഗംഗായാത്ര നടത്തിയിരുന്നു. ഹൂഗ്ലി നദിയെ ബേസ് ചെയ്തുകൊണ്ട് വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് പുള്ളി ഈ പടങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ദീദി കുറച്ചു ദിവസം വിശ്രമിച്ചോളൂ, ഇവിടെ ഞങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭരണമാറ്റങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വേണം, അതിന്റെ ഒരു സുഖം ഞങ്ങൾക്ക് അനുഭവിക്കണം എന്നുള്ള രീതിയിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും. അതില് ഈ ഒരു 2 കാര്യങ്ങളാണ് ആദ്യമേ പറഞ്ഞോട്ടെ. സ്റ്റാലിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഹിന്ദു വിരുദ്ധതയുടെ കാര്യത്തിൽ സ്റ്റാലിനും ദീദിയും ഏതാണ്ട് കട്ടയ്ക്ക് കട്ട നിൽക്കും. ചേച്ചിയും അനിയനുമാണ്. ദീദി കുറച്ച് മുകളിലാണെങ്കിലേ ഉള്ളൂ മമതയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ദേശവിരുദ്ധതയുടെ കാര്യത്തിൽ ദീദിയെ വെല്ലാൻ ഭാരതത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവുമില്ല. രാഹുൽ ഗാന്ധി പോലും ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും ഇത്തരത്തിൽ ദേശവിരുദ്ധത പ്രകടിപ്പിക്കുവാനായിട്ട്. ഇനി ബംഗാളിലെ ജനങ്ങളുടെ മാറ്റം, ഹരി നേരത്തെ പറഞ്ഞതുപോലെ, സനോജിയും സൂചിപ്പിച്ചതുപോലെ, ജനങ്ങളെ അടിമകളാക്കി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു. ഇവിടെയാണ് RSS എന്നുള്ള മഹാസംഘടനയുടെ പ്രസക്തി. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരിൽ ആ ധൈര്യം, നിങ്ങളുടെ സമ്മതിദാനം ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു സ്ഥിതി മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. RSS എത്രത്തോളം നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും
ആത്യന്തികമായി ഭരണത്തിലിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും നിങ്ങളെ എന്നും ഭരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ നിങ്ങളെ നന്മകളിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നതും എന്നുള്ള വസ്തുത അവരെ ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സിലാക്കി ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ RSS നിശബ്ദമായി, ഇവിടെ മാത്രമല്ല മഹാരാഷ്ട്രയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും RSSന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നിശബ്ദമായിട്ടായിരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി RSS നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലം പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മമതാ ദീദി വിശ്രമിക്കൂ എന്നല്ല ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ ഇനി അടുത്ത ഭരണത്തിൽ BJP ആണ് വരുന്നതെങ്കിൽ മമതാ ദീദിയെ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഗെറ്റ് ഔട്ട് അടിക്കുക എന്നുള്ള കർമ്മമാണ് ജനങ്ങൾ BJPയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ടി വരും. ഒപ്പം തന്നെ ബംഗാളിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ BJP അധികാരത്തിലെത്തിയാൽ അതിർത്തി സുരക്ഷ മുതൽ ബംഗാളിന്റെ വികസനം വരെ, ഒരുപക്ഷെ ഇവിടെ പൊറോട്ട അടിക്കാൻ ഇനി സ്റ്റേറ്റ് സെക്രട്ടറി കിട്ടില്ല. പഴയ ബംഗാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കിട്ടില്ല. പുള്ളി അവിടെ പോകും. കേരളമാണ് വലയാൻ പോകുന്നത്. കാര്യം ഇനി തൊഴിലാളികളെ കിട്ടില്ല, കേരളത്തിലുള്ളവർ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും NDA അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബംഗാളിൽ ഈ പറയുന്ന ഫലങ്ങൾ സത്യമായാൽ കേരളത്തിലെ മാധ്യമങ്ങളായിരിക്കും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു കൂട്ടർ. അതിനൊരു സംശയവും വേണ്ട. ഒരു 1-2 മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിലും അത് തന്നെ, അവരുടെ മനസ്സ് തകർന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളാണ് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം അവരുടെ പുതിയ വാപ്പമാരിൽ, വാപ്പ എന്ന് പറയാൻ പാടില്ല, ഉമ്മ എന്ന് പറയണം, ഉമ്മമാരിൽ ഒരാളായിരുന്നു. ദേശീയ തലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒന്ന് മാറിക്കൊടുത്താൽ ദീദി മോദിയെ മലർത്തി അടിച്ചോളും, ഗാട്ടാഗുസ്തി കാണിച്ച് മലർത്തി അടിച്ചോളും എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ഭാവനയിൽ, സ്വപ്നത്തിൽ അവർ കഴിയുകയായിരുന്നു. അവർക്ക് വിഷമം വളരെയധികം ഉണ്ടാകും. അല്ല, ദീദിയെ സംബന്ധിച്ചിടത്തോളം ഈ മതപ്രീണനം മാത്രമല്ല അഴിമതിയുടെയും ഒരു വലിയ കൂത്തരങ്ങായിരുന്നു പശ്ചിമ ബംഗാൾ എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഇപ്പൊ ഐപാക്കിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കള്ളപ്പണത്തിന്റെ കാര്യങ്ങൾ, നേരത്തെ സനോജി പറഞ്ഞതുപോലെ ഗംഗയിൽ മോദി ഫോട്ടോ എടുത്തെന്നൊക്കെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും മുകളിൽ ഫോട്ടോ എടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു, ബംഗ്ലാദേശ് ഗാഞ്ചസ് വാട്ടർ ട്രീറ്റി ഉണ്ട്. 1996 ഗാഞ്ചസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഡിസംബറോടുകൂടി അതിന്റെ എക്സ്പയറി ഡേറ്റിലേക്ക് പോവുകയാണ്. ആ വാട്ടർ ട്രീറ്റി ഇന്ത്യക്ക് ഒന്ന് പുനഃപരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ എന്തായാലും അവിടുത്തെ ഭരണം മാറിയിരുന്നു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അല്ല, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണമായിരുന്നു ബംഗ്ലാദേശിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായും ബംഗ്ലാദേശ് ജലക്ഷാമം വന്ന് പൊറുതി മുട്ടിയേനെ. ഇൻഡസ് വാട്ടർ ട്രീറ്റി പുനഃപരിശോധിച്ചതുപോലെ അവിടെ പുനഃപരിശോധിക്കേണ്ടി വന്നത്. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. തന്നെയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പ്രോജക്റ്റുകൾ അവിടെ വരും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിർത്തിയിൽ നിന്ന് അതിർത്തി കടത്തി അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ, ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ കൊണ്ടുവന്ന ഈ 24 പരഗണയിലൊക്കെ നടത്തിയതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് മമതാ ബാനർജിയെ ഒരു കാരണവശാലും അനുവദിക്കില്ല. സന്ദേശ് ഖലിയിലൊക്കെ നടത്തിയ, ഷെയ്ഖ് ഷാജഹാനൊക്കെ നടത്തിയ തരത്തിലുള്ള ആക്രമണത്തെ നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇനി പശ്ചിമ ബംഗാളിന് അരങ്ങുണ്ടാവില്ല. തീർച്ചയായിട്ടും അവിടെ ഒരു ദേശീയവാദത്തിന്റെ പുതിയ നിര, ഒരു പക്ഷേ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ ഈറ്റില്ലമായിരുന്നു. അത് മാത്രമല്ല ഹരി, നമുക്കറിയാം ഓരോ ഈ നവരാത്രി കഴിയുമ്പോഴും ബംഗാളിൽ ഉണ്ടാകുന്ന അക്രമ പരമ്പരകൾ എത്ര കാലമായി, രാമനവമിക്കും ഈ പറയുന്ന ദുർഗാ പൂജയ്ക്കുമെതിരെ അവിടുത്തെ വിഗ്രഹങ്ങൾ അടിച്ചു തീർക്കുക, പുരോഹിതന്മാരെ വെട്ടി പരിക്കേൽപ്പിക്കുക, കൊല്ലുക. അതെ അതെ, ഇത്തരത്തിലുള്ള ഭീവത്സമായ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊരു വലിയ മാറ്റമാണ് ഈ ഇപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങൾ. പട്ടണത്തിൽ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ കാത്ത് വെടിയുണ്ടകളുടെ ഒരു കമനീയമായ ശേഖരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വന്ദേമാതരത്തിന്റെ നാട്ടിൽ വന്ദേമാതരത്തിന്റെ അമൃതധ്വനികൾ മുഴങ്ങുവാൻ പോകുന്നു. ജനഗണമനയുടെ നാട്ടിൽ ജനം ഒത്തൊരുമിച്ച് ചേർന്ന ദേശീയ കക്ഷിയെ അധികാരത്തിൽ ഏറ്റുവാൻ പോകുന്നു. അരവിന്ദ ഘോഷിന്റെയും സ്വാമി വിവേകാനന്ദന്റെയും രാമകൃഷ്ണന്റെ ദേവന്റെയും ഒക്കെ അമൃതധാര. ഒറ്റവാക്കിൽ ബംഗാളിൽ ദേശീയത തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ ദേശീയത തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ 4 സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും പറയുന്നു, എക്സാക്ട് പോൾ അല്ല എക്സിറ്റ് പോൾ എന്നുള്ളത്. ഇത് അഭിപ്രായ സർവേ അല്ല. നമുക്ക് പോണ്ടിച്ചേരിയിലും കൂടെ ഒന്ന് പോയതിനു ശേഷം
പോണ്ടിച്ചേരിയിലും BJP NDA തന്നെയാണ് എന്നുള്ള തലത്തിൽ അതെ NDA തന്നെയാണ് പോണ്ടിച്ചേരിയിലും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങളിൽ ഏകദേശം പറയുന്നത്. അതിൽ പീപ്പിൾ സർവേ പറയുന്നത് 16 മുതൽ 19 സീറ്റ് വരെ അവിടെ NDA നേടുമെന്നാണ്. കോൺഗ്രസിന് അവിടെ 10 മുതൽ 12 സീറ്റ് വരെയാണ് പറയുന്നത്. TVKക്ക് സീറ്റുകളില്ല. മറ്റ് കക്ഷികൾ 2 സീറ്റ് വരെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അസാം പോലെ തന്നെ രംഗസ്വാമി അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത് എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ട 30 സീറ്റായിരുന്നു മൊത്തം. 30 സീറ്റാണ് പോണ്ടിച്ചേരിയിൽ മുഴുവൻ ഉള്ളത്. അതിൽ 16 മുതൽ 20 സീറ്റ് വരെയാണ് പ്രധാനപ്പെട്ട എല്ലാ പ്രവചനങ്ങളും. പറയുമ്പോഴും രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റൊക്കെ അടിക്കുന്ന കണ്ടു, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സ്റ്റാർ ആകും. ഇപ്പോൾ അസമിന്റെ കാര്യം പറയുമ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പേരെടുത്ത് പറയാം. ഇവിടെ പുതുച്ചേരിയുടെ കാര്യം രംഗസ്വാമിയുടെ കാര്യം പറയാം. കേരളത്തിൽ ആരാ പേര് പറയും? കേരളത്തിൽ രാഹുൽ ഗാന്ധി സ്റ്റാറായി രാഹുൽ ഗാന്ധിയുടെ പടം കൊടുക്കും അവര്. അത്ര ഇത് കൊടുക്കും. അത് അവിടെയും തർക്കമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി കൊടുക്കണോ പ്രിയങ്ക ഗാന്ധി കൊടുക്കണോ എന്നുള്ള തർക്കമാണ് അവിടെ. കേരളത്തിൽ പറയേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധി നക്ഷത്രം എണ്ണേണ്ടി വരും. എത്ര നക്ഷത്രം? പക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാണെങ്കിൽ ഞാൻ പറയുന്നു ഇവിടെ താരം പിണറായി വിജയനാണ്. കാരണം ഈ ഫലങ്ങൾ ഇങ്ങനെയാകുവാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഒരാൾ മാത്രമാണ്. അല്ല, ആ നക്ഷത്രം പൊലിഞ്ഞു പോയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടായതുകൊണ്ടാണ് നിരവധി നക്ഷത്രങ്ങൾ. അപ്പം രാഹുൽ ഗാന്ധി നക്ഷത്രം എണ്ണണം, ഏതൊക്കെ നക്ഷത്രമാണെന്ന് എണ്ണി തിട്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് കേരളത്തിൽ ഉള്ള ഒരു ഇത്. എന്തായാലും പൊതുവിൽ ഒരു ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഫലപ്രവചനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളും പോണ്ടിച്ചേരിയും അതോടൊപ്പം തന്നെ അസമും അടക്കമുള്ള ഇടങ്ങളിൽ NDA വരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും DMK വരുന്നു. കേരളത്തിൽ ഇവിടെ UDF വരുന്നു എന്നുള്ളതാണ്. NDA എല്ലാ ഇടങ്ങളിലും നേട്ടമുണ്ടാക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ആരൊക്കെ വന്നാലും സതീശൻ വനവാസത്തിന് പോയേക്കും. അതെ, അത് ഇതിന്റെ ഒരു കൺക്ലൂഷനാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ഡേയിൽ ഇതിന്റെ കൂടുതൽ വിശകലനങ്ങളുമായി രാവിലെ മുതൽ തത്വമായി ഒരുക്കുന്ന പ്രത്യേക തത്സമയ സംപ്രേഷണം ഉണ്ടാകും. ഏവർക്കും നമസ്കാരം. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.